പാലക്കാട് നിയോജകമണ്ഡലത്തിലുള്ള ഒരുപാട് പേര് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയ ഒരു സാമാജികനാണ്. അദ്ദേഹത്തെ കാല് കുത്താൻ പറ്റില്ല, കൈ കുത്താൻ പറ്റില്ല. അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കേണ്ടത് പോലീസാണ്. അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കേണ്ടത് കേരളത്തിലെ പോലീസ് തന്നെയാണ്. അദ്ദേഹം സുരക്ഷ കൊടുക്കേണ്ടത്. പിന്നെ അത് ഉറപ്പല്ലേ, അദ്ദേഹം തെറ്റ് പാർലമെന്ററി പാർട്ടിയിൽ ഇല്ലാത്ത ഒരാൾ അതൊരു കോൺഗ്രസ് കൗൺസിലറാണ് പറയുന്നത് കവചം തീർക്കുന്നത്. അതിലൊരു നീതികേടില്ല, അല്ലെങ്കിൽ ഒരു ശരികേടില്ല ഇതിൽ. അല്ല, അദ്ദേഹം ഇപ്പോഴാണ് കോൺഗ്രസിന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. അത് നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം സസ്പെൻഡ് ചെയ്യപ്പെട്ടതാണെങ്കിൽ പോലും അദ്ദേഹത്തിനൊരു കാര്യം, അദ്ദേഹം നിരപരാധി തെളിയുന്നത് വരെ അദ്ദേഹം നമ്മുടെ പാലക്കാടിലെ ഒരു MLA കൂടിയാണ്. ഈ പറഞ്ഞ പോലെ പാലക്കാട് ജനങ്ങൾക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കേരളത്തിൽ നിയമസഭയിൽ സംവാദിക്കാൻ വേണ്ടി ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കാലുകുത്താൻ വിടില്ല, കൈ കുത്താൻ വിടില്ല പറയുന്നതൊക്കെ അതൊക്കെ വളരെ തടഞ്ഞാൽ നിങ്ങൾ സംരക്ഷണം നൽകൂ എന്നല്ലേ പറഞ്ഞത്? അവരിന്റെ എല്ലാം ശരിവെക്കാൻ പറ്റുമോ? അവരിന്റെ പണി എന്താ? പ്രതിപക്ഷത്തിന്റെ പണി. അവര് ഇവിടെ ജയിച്ചിരിക്കുന്നത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ജയിച്ചു വന്ന ആളാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഉത്തരവാദിത്വം BJPക്ക് കോൺഗ്രസ് പുറത്താക്കിയാലും അദ്ദേഹത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കേരള പോലീസിനാണ്. പോലീസ് ഒരുക്കും. അല്ല, അദ്ദേഹത്തിന് ഒരു ആവശ്യം വന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കാലുകുത്താൻ വിടില്ല എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അനുഭാവികൾ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കും. നേതാക്കന്മാരുടെ തീരുമാനത്തിൽ തള്ളി പറയുന്നില്ല. പക്ഷെ അദ്ദേഹം നിരപരാധി തെളിയുന്നത് വരെ അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കുന്നത്. ഇപ്പം അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നമ്മൾ ഉദ്ദേശിച്ചത്, ഞാൻ ഫേസ്ബുക്കിലൂടെ ഉദ്ദേശിച്ച കാര്യം, അതായത് അദ്ദേഹത്തെ ഈ ഒരുപാട് അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു അനുഭാവികൾ, കോൺഗ്രസ് അനുഭാവികളുണ്ട്. അവരുടെ ആ ഒരു വീര്യം ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടി ഉള്ളത്, അതായത് സംരക്ഷണം നൽകുമെന്ന് കോൺഗ്രസ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. DCC പ്രസിഡന്റ് ചോദിക്കുമ്പോൾ പോലും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. അപ്പോൾ അനുഭാവികൾ നൽകുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അദ്ദേഹത്തിന്റെ നേതൃത്വങ്ങൾ പറയുന്ന തീരുമാനങ്ങൾക്കൊക്കെ ഒപ്പം തന്നെ എല്ലാവരും നിൽക്കുള്ളൂ. നേതൃത്വം ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ നിന്ന് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആരും മാറില്ല. പക്ഷെ മറിച്ച് അദ്ദേഹം ഇങ്ങനത്തെ ഒറ്റയ്ക്കുള്ള ആ ഒരു കടന്നാക്രമണം, അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കടന്നാക്രമണം ശരിയല്ല, പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രം രീതിക്ക്. അല്ല, അങ്ങനല്ല, നിങ്ങളത് അതിനെ വളച്ചൊടുക്കരുത്. ഞാൻ പറയണത് നേതൃത്വം, പാലക്കാട് DCC നേതൃത്വം പറഞ്ഞ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. പക്ഷെ അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ അദ്ദേഹത്തിന് കാലുകുത്തം. ഞങ്ങൾ സുരക്ഷ ഒരുക്കിയില്ലെങ്കിലും പോലീസിന് ഉത്തരവാദിത്തമുണ്ട്. പോലീസ് ഒരുക്കണം.